പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സംസ്ഥാനത്തെ എല്ലാ റേഷൻ കാർഡ് ഉടമകളും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില ഇൻഫർമേഷൻസ് ആണ് കാരോളൈസ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക, വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക. ഒന്നാമത്തെ അറിയിപ്പ്, ഏപ്രിൽ റേഷൻ കാർഡുകളായ നീല വെള്ള റേഷൻ കാർഡ് ഉടമകളായവർക്ക് കേന്ദ്ര സർക്കാരിന്റെ സൗജന്യ അരിയും ഗോതമ്പും കൂടാതെ മറ്റു പല കേന്ദ്ര സംസ്ഥാന സർക്കാർ ആനുകൂല്യങ്ങളും ലഭിക്കുന്നതിന് അർഹതയുള്ള BPL പിങ്ക് റേഷൻ കാർഡുകൾ അനുവദിച്ചിരിക്കുകയാണ്. ഫെബ്രുവരി 12 ബുധനാഴ്ച തിരുവനന്തപുരത്ത് വെച്ച് ഇതിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. 50,000 കുടുംബാംഗങ്ങൾക്കാണ് പുതുതായി BPL കാർഡ് അനുവദിച്ചിരിക്കുന്നത്. ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമപ്രകാരം മാറിവരുന്ന സാമൂഹിക സാമ്പത്തിക ഘടകങ്ങൾക്കനുസരിച്ച് റേഷൻ മുൻഗണനാ പട്ടിക പുതുക്കേണ്ടതുണ്ട്. ഇതനുസരിച്ച് സാമ്പത്തികമായി ഉയർന്ന നിലയിലായിരുന്നവരിൽ നിന്നും BPL കാർഡുകൾ തിരിച്ചെടുത്ത് പകരം അതിന് അർഹതയുള്ള നീല വെള്ള കാർഡുകളിലെ അപേക്ഷകർക്ക് ഇടയ്ക്കിടയ്ക്ക് വിതരണം നടത്താറുണ്ട്. നേരത്തെ ഓൺലൈനായി BPL കാർഡിന് അപേക്ഷ ക്ഷണിച്ച സമയത്ത് കാരോളൈസ് മീഡിയ ഇക്കാര്യം നിങ്ങളെ അറിയിച്ചിരുന്നതാണ്. ഇപ്പോൾ 50,000 മുൻഗണനാ കാർഡുകളാണ് നൽകുന്നത്. ഓരോ സംസ്ഥാനത്തും എത്ര മുൻഗണനാ കാർഡുകൾ ആകാം എന്ന് വ്യക്തമാക്കി കേന്ദ്ര സർക്കാർ ഒരു കോട്ട നിശ്ചയിച്ചിട്ടുണ്ട്. അതിൽ കൂടുതൽ മുൻഗണനാ കാർഡുകൾ നൽകുവാൻ സംസ്ഥാനത്തിന് കഴിയുകയില്ല. അതിനാൽ നിലവിൽ മുൻഗണനാ വിഭാഗത്തിലുള്ളവരിൽ അനർഹരുടെ കയ്യിൽ നിന്നും തിരിച്ചെടുക്കുന്ന മുൻഗണനാ കാർഡുകളാണ് അർഹരായവർക്ക് വിതരണം ചെയ്യുന്നത്. ഈ ഒരു പ്രക്രിയ ഇടയ്ക്കിടയ്ക്ക് നടന്നു വരുന്നതാണ്. ഭക്ഷ്യപൊതുവിതരണ വകുപ്പിന്റെ കൈവശമുണ്ടായിരുന്നതും വകുപ്പ് തല പരിശോധനയിലൂടെ അനർഹരുടെ കയ്യിൽ നിന്നും ലഭിച്ചതുമായ റേഷൻ കാർഡുകളാണ് ഫെബ്രുവരി 12 മുതൽ അർഹരായവർക്ക് വിതരണം ചെയ്ത് തുടങ്ങിയത്. നീല വെള്ള റേഷൻ കാർഡുകൾ തരം മാറ്റുന്നതിന് 2024 നവംബർ 15 മുതൽ ഡിസംബർ 15 വരെ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുന്നതിന് അവസരവും നൽകിയിരുന്നു. ആകെ 75,563 അപേക്ഷകളാണ് ലഭിച്ചത്. സൂക്ഷ്മ പരിശോധനയിൽ മുൻഗണനാ കാർഡിന് 73,970 അപേക്ഷകൾ അർഹമാണ് എന്ന് കണ്ടെത്തി. മാനദണ്ഡപ്രകാരം 30 മാർക്കിന് മുകളിൽ ലഭ്യമായ 63,867 അപേക്ഷകളിൽ ആദ്യ 50,000 പേർക്കാണ് ഇപ്പോൾ മുൻഗണനാ കാർഡുകൾ നൽകുന്നതെന്ന് ഭക്ഷ്യമന്ത്രി GR അനിൽ അറിയിച്ചു. മുൻഗണനാ കാർഡിന് അർഹതയുള്ളതായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ശേഷിക്കുന്നവർക്ക് തുടർന്നുള്ള മാസങ്ങളിൽ ഒഴിവ് വരുന്ന മുറയ്ക്ക് റേഷൻ കാർഡുകൾ വിതരണം ചെയ്യുന്നതാണെന്നും ഭക്ഷ്യമന്ത്രി അറിയിച്ചു. മറ്റൊരു അറിയിപ്പ്, നേരത്തെ കേന്ദ്ര സർക്കാരിന്റെ സൗജന്യ റേഷൻ ലഭിക്കുന്ന മഞ്ഞ പിങ്ക് കാർഡിലെ അംഗങ്ങൾക്ക് മസ്റ്ററിംഗ് ഏർപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇനിയും മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്ക് ഇനി മുതൽ സൗജന്യ റേഷൻ ലഭിക്കില്ല എന്നാണ് അറിയുന്നത്. മസ്റ്ററിംഗ് പൂർത്തിയാക്കാതെ 3 ലക്ഷത്തോളം പേരെ റേഷൻ വിഹിതം നൽകുന്നതിൽ നിന്നും ഒഴിവാക്കിയതായാണ് റിപ്പോർട്ട്. റേഷൻ കാർഡിൽ ഇവരുടെ പേരുണ്ടെങ്കിലും ഇവർക്ക് റേഷൻ വിഹിതം ലഭിക്കില്ല. എല്ലാവരെയും മസ്റ്ററിംഗിന് വിധേയമാക്കാനാണ് പൊതുവിതരണ വകുപ്പിന്റെ ഈ നീക്കമെന്നും സൂചനയുണ്ട്. 2024 മാർച്ച് മുതലാണ് കേന്ദ്ര നിർദ്ദേശത്തെ തുടർന്ന് മസ്റ്ററിംഗ് നടപടികൾ സർക്കാർ വേഗത്തിലാക്കിയത്. ഇതുവരെയായി 3 വട്ടം സമയം നീട്ടി നൽകിയിരുന്നു. എന്നിട്ടും മസ്റ്ററിംഗ് നടത്താത്തവർക്കുള്ള മുന്നറിയിപ്പാണ് ഈ നടപടിയെന്നും പറയുന്നു. വിദേശത്തുള്ളവരും മറ്റ് സംസ്ഥാനങ്ങളിൽ പഠിക്കുന്നവരുമൊക്കെയാണ് ഇങ്ങനെ ഒഴിവാക്കപ്പെട്ടവരിൽ ഏറെയും. വിവിധ കാരണങ്ങളാൽ റേഷൻ മസ്റ്ററിംഗിന് വിധേയരാകാത്തവർ 9,81,500 പേരുണ്ടെന്നാണ് കണക്ക്. റേഷൻ വ്യാപാരികളുടെ സഹകരണത്തോടെ കിടപ്പ് രോഗികളുടെ മസ്റ്ററിംഗും നടത്തി. ഇതിനുശേഷം ഉദ്യോഗസ്ഥർ നൽകിയ റിപ്പോർട്ട് പ്രകാരം സ്ഥലത്തില്ലാത്തവരുടെ പേര് NRK അഥവാ നോൺ റെസിഡൻസ് ഇൻ കേരള എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി. പേര് NRK സ്റ്റാറ്റസ് ആയാൽ റേഷൻ കാർഡിൽ പേരുണ്ടെങ്കിലും റേഷൻ വിഹിതം ഇവർക്ക് ലഭിക്കില്ല. നാട്ടിൽ വന്ന് മസ്റ്ററിംഗ് ചെയ്ത് NRK സ്റ്റാറ്റസ് മാറ്റുവാൻ അപേക്ഷ നൽകിയാൽ തുടർന്ന് റേഷൻ വിഹിതം ലഭിക്കും. മറ്റൊരു അറിയിപ്പ്, ഫെബ്രുവരി മാസത്തെ റേഷൻ വിതരണം സംസ്ഥാനത്ത് ആരംഭിച്ചിട്ടുണ്ട്. റേഷൻ വിഹിതങ്ങൾ സ്റ്റോക്ക് ഇല്ലാത്തത് മൂലം പലർക്കും ജനുവരി മാസത്തിൽ റേഷൻ പൂർണ്ണമായും ലഭിച്ചിരുന്നില്ല. അതിനാൽ ഫെബ്രുവരി മാസത്തെ റേഷൻ അവസാന ദിവസം വരെ കാത്തിരിക്കാതെ പരമാവധി നേരത്തെ തന്നെ വാങ്ങുവാൻ ശ്രദ്ധിക്കുക. വളരെ പ്രധാനപ്പെട്ട റേഷൻ അറിയിപ്പുകളാണ് കാരോളൈസ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്തിരിക്കുന്നത്. ഇനിയും ഇതുപോലുള്ള ഇൻഫർമേഷൻസ് ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക. താങ്ക്